പ്രിയപ്പെട്ട ശാലോം ടി വി പ്രേക്ഷകർക്ക് സിറിയയിൽ നിന്നും ദൈവത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹവും ആശംസകളുമൊക്കെ അറിയിക്കട്ടെ. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊറിന്തിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൽ 3 മുതലുള്ള തിരുവചനങ്ങളുടെ തലക്കെട്ട് സഹനത്തിലൂടെ സമാശ്വാസം എന്നാണ്. 6-ാം വചനം പറയുകയാണ്, ഞങ്ങൾ ക്ലേശങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ സമാശ്വാസത്തിനും രക്ഷയ്ക്കും വേണ്ടിയാണ്. ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടിയാണ്. ഞങ്ങൾ സഹിക്കുന്ന പീഡകൾ തന്നെ നിങ്ങളും ക്ഷമയോടെ സഹിക്കുന്നതിന് നിങ്ങൾക്ക് ശക്തി ലഭിക്കുന്നതിന് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, സിറിയയിൽ ദമാസ്കസിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയായി മാറത്ത് സെദിനായ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത്. സിറിയയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചുമെല്ലാം ദൃശ്യമാധ്യമങ്ങളിലൂടെ നിങ്ങൾ അറിയുന്നുണ്ട്. സഹനത്തിൻ്റെ സഭയാണ് സിറിയയിലെ സഭ. അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും, സുറിയാനി ഓർത്തഡോക്സ് സഭയാണെങ്കിലും, കാത്തലിക് സഭയാണെങ്കിലും, അല്ലെങ്കിൽ ഗ്രീക്ക് ഓർത്തഡോക്സ് അല്ലെങ്കിൽ ഗ്രീക്ക് കാത്തലിക് സഭകളാണെങ്കിലും, പ്രൊട്ടസ്റ്റൻ്റ് സഭകളാണെങ്കിലും, സിറിയയിലെ വിശ്വാസ സമൂഹം സഹനത്തിൻ്റെ സമൂഹമാണ്. ഈ സഹനങ്ങളുടെ എല്ലാം അർത്ഥമെന്ത് എന്ന് അനേകം തവണ പരിചിന്തനം ചെയ്യുന്ന വിശ്വാസികളാണ് സിറിയയിലുള്ളത്. 2013 ഏപ്രിൽ മാസം 22-ാം തീയതി സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ആലപ്പോ അതിഭദ്രാസനത്തിൻ്റെ ആർച്ച് ബിഷപ്പായ മോർ ഗ്രിഗോറിയോസ് യോഹന്ന ഇബ്രാഹിം പിതാവിനെ തട്ടിക്കൊണ്ടുപോയി. അദ്ദേഹത്തോടൊപ്പം ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ ആർച്ച് ബിഷപ്പായ പൗലോസ് യാസിജി എന്ന പിതാവിനെയും തട്ടിക്കൊണ്ടുപോയി. പൗലോസ് യാസിജി എന്ന പിതാവ് ആലപ്പോയ്ക്ക് അടുത്തുള്ള അന്ത്യോക്യ എന്ന പട്ടണത്തിൽ ഗ്രീക്ക് ഓർത്തഡോക്സ് പള്ളിയിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ച ശേഷം തിരിച്ചു പോരുന്ന സമയത്താണ് അദ്ദേഹവും അതുപോലെ തന്നെ സിറിയൻ ഓർത്തഡോക്സ് ആർച്ച് ബിഷപ്പായ യോഹന്ന ഇബ്രാഹിം പിതാവും ഒന്നിച്ച് ഒരു കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ആലപ്പോയ്ക്കടുത്താണ് അന്ത്യോക്യയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ പറയുന്നുണ്ടല്ലോ, അന്ത്യോക്യയിൽ വെച്ചാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചത്. പരിശുദ്ധ സഭയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ആ നഗരത്തിന് അടുത്തു നിന്നാണ് ഈ 2 പിതാക്കന്മാരെ തട്ടിക്കൊണ്ടുപോയത്. അവരുടെ വാഹനം ഓടിച്ചിരുന്നത് ഒരു ഷെമാശനാണ്. ആ ഷെമാശനെ ആദ്യം തന്നെ ഈ ഭീകരന്മാർ കൊലപ്പെടുത്തി. ഈ 2 പിതാക്കന്മാരും കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി ധനം സമാഹരിച്ച് കൊടുക്കുവാൻ വേണ്ടി പോകുന്ന വേളയിലായിരുന്നു അവരെ തട്ടിക്കൊണ്ടുപോയത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അഭിവന്ദ്യ പിതാവായ മോർ ഗ്രിഗോറിയോസ് യോഹന്ന ഇബ്രാഹിമിനോട് അവിടുത്തെ ഗവൺമെൻറ് തലത്തിൽ നിന്ന് പല പ്രാവശ്യം ആവശ്യപ്പെട്ടു, നിങ്ങളുടെ ജീവിതത്തിന് ഭീഷണിയുണ്ട്,
നിങ്ങൾ ആലപ്പുഴയിൽ നിന്ന് മാറി വേറെ എവിടെയെങ്കിലും പോയി താമസിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, നിങ്ങളുടെ ജീവന് നല്ലത് എന്നൊക്കെ ആ പിതാക്കന്മാരോട് പറഞ്ഞിരുന്നു. നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ വിൽക്കുന്നു എന്ന വചനം സാംശീകരിച്ച ആ പിതാക്കന്മാർ ധീരതയോടെ ആ ഒഫീഷ്യൽസിനോട് പറഞ്ഞു, ഞങ്ങളുടെ ആടുകൾ, ഞങ്ങളുടെ ഇടവകയിലെ ആടുകൾ ഇവിടെ ഉള്ളപ്പോൾ അവരെ ഉപേക്ഷിച്ച് പോകുവാൻ, ഇവിടം വിട്ട് ഓടിപ്പോകുവാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന്. ആ വിശ്വാസ തീഷ്ണത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവന് ഭീഷണി നേരിടേണ്ടി വന്നപ്പോഴും ഞങ്ങളുടെ ജീവൻ ഒരു തരത്തിലും വിലപ്പെട്ടതല്ല, ഞങ്ങളുടെ വിശ്വാസ സമൂഹത്തെ വിട്ട് ഓടി ഒളിക്കുന്ന കള്ള ഇടയന്മാരല്ല ഞങ്ങൾ എന്ന് തെളിയിച്ചുകൊണ്ട് അവർ ആലപ്പുഴയിൽ തന്നെ തുടർന്നു. അതിൻ്റെ അനന്തരഫലമോ ഇതാ അവരെ തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ് ഭീകരന്മാർ. ഇപ്പോഴും അവർ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചിട്ടുണ്ടോ എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. ആലപ്പുഴയിലെ വിശ്വാസ സമൂഹം മുഴുവൻ അതിനെ തുടർന്ന് പരിഭ്രാന്തിയിലായി. ഇടയനെ അടിക്ക, ആടുകൾ ചിതറിപ്പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആടുകൾ പലപ്പോഴും ചിതറപ്പെട്ടു പോയിട്ടുണ്ട്. ജനങ്ങൾ വളരെ വേദനയിൽ, നയിക്കുവാൻ ആളില്ലാതെ കുറേ വർഷങ്ങൾ കടന്നുപോയി. ഇപ്പോൾ അവിടെ ഒരു റമ്പാച്ചനെ നിയമിച്ചിട്ടുണ്ട്, പേട്രിയാർക്കൽ വികാറായി. അങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി. ഇനിയും 2016 ജൂൺ മാസം 17-ാം തീയതിയാണ് എന്ന് തോന്നുന്നു. അതും ടർക്കിയുടെ അതിർത്തി പ്രദേശം, ടർക്കിയുടെയും സിറിയയുടെയും അതിർത്തി, സിറിയയിൽ വെച്ചാണ് സംഭവം നടക്കുന്നത്. കാമിഷ്ലി എന്ന് പറയുന്ന ഒരു പട്ടണമുണ്ട്. അവിടെ അന്ത്യോക്യായുടെ പാത്രിയർക്കീസായ പരിശുദ്ധ മോറൻ മോർ ഇഗ്നാത്യോസ് എഫ്രേം ദിദിയൻ ബാവ രക്തസാക്ഷികളുടെ ഓർമ്മ ആചരണത്തിൻ്റെ ഭാഗമായി 100-ാം വർഷ ആചരണമായിരുന്നു. സൈഫോ എന്നാൽ വാളെന്നാണ് അർത്ഥം. സൈഫോ എന്ന് പേരിട്ട് ആ രക്തസാക്ഷി മണ്ഡപം അവിടെ അത് ഉദ്ഘാടനം ചെയ്യുന്നതായ സമയത്ത് വലിയ ഒരു ആക്രമണം അദ്ദേഹത്തിന് നേരെ ഉണ്ടായി. നമുക്കറിയാം, സാധാരണഗതിയിൽ ഒരു ബോംബാക്രമണം നമ്മുടെ നേരെ ഉണ്ടായാൽ പിന്നെ ആ സ്ഥലം വിട്ട് മറ്റൊരിടത്തേക്ക് ഓടിപ്പോകുവാനായിരിക്കാം നിങ്ങളും ഞാനുമെല്ലാം ആഗ്രഹിക്കുന്നത്. ജീവനും കൊണ്ട് ഓടുക എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. പക്ഷേ പരിശുദ്ധ പിതാവ് ധീരതയോടെ പ്രഖ്യാപിച്ചു. അവിടെ മരണം നടന്നു, അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. പക്ഷേ അദ്ദേഹം ഒരു കാര്യം പ്രഖ്യാപിച്ചു, ഞാൻ ഇവിടെ എന്തെല്ലാം പ്രോഗ്രാമാണോ ഇനി തുടർന്ന് വച്ചിരിക്കുന്നത് അതെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ ദമാസ്കസിലേക്ക് തിരിച്ചു പോകൂ എന്ന്. ഇവിടെയെല്ലാം ധൈര്യം കൊടുക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. സഹനങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ധൈര്യം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോസ്തല പ്രവർത്തനം 20-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വചനങ്ങൾ പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുകയാണ്, ഇതാ ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിർബന്ധിതനായി ഞാൻ ജെറുസലേമിലേക്ക് പോകുന്നു. പരിശുദ്ധാത്മാവിനെ നിർബന്ധിക്കുകയാണ് ജെറുസലേമിലേക്ക് പോകാനായിട്ട്. അവിടെ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ. കാരാഗ്രഹവും പീഡനങ്ങളുമാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന് എല്ലാ നഗരത്തിലും പരിശുദ്ധാത്മാവ് എനിക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് എന്ന് മാത്രം എനിക്കറിയാം. എനിക്ക് ലഭിക്കാൻ പോകുന്നത് സഹനമാണ് എന്നെനിക്കറിയാം. എന്നാൽ
എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. എൻ്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവായ യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇതാണ് ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്ന ധൈര്യം. എൻ്റെ ജീവൻ ഏതെങ്കിലും തരത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല, പക്ഷേ എൻ്റെ ഓട്ടം പൂർത്തിയാക്കണം. ഇതാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ദൈവത്തിൽ നിന്ന് ഞാൻ സ്വീകരിച്ച ഒരു ദൗത്യമുണ്ട്. ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകുക. അതുകൊണ്ട് മരണത്തെ പേടിക്കേണ്ട എന്നുള്ളതാണ് പരിശുദ്ധ പൗലോസ്ലീഹായുടെ ധൈര്യം. അപ്പോസ്തലപ്രവർത്തികൾ 21-ാം അധ്യായം 12-13 വചനങ്ങൾ ഇങ്ങനെയാണ്. ഇത് കേട്ടപ്പോൾ ഞങ്ങളും അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളും പൗലോസിനോട് ജെറുസലേമിലേക്ക് പോകരുത് എന്ന് അഭ്യർത്ഥിച്ചു. പൗലോസ്ലീഹ പറയുകയാണ്, എനിക്കവിടെ പീഡനങ്ങളാണ് കിട്ടാൻ പോകുന്നത്, എനിക്ക് സഹനങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ജനം പൗലോസ്ലീഹയോട് പറയുകയാണ്, അങ്ങോട്ട് പോകരുത്. അപ്പോൾ പൗലോസ്ലീഹ പറയുന്ന വചനമാണ് അപ്പോസ്തലപ്രവർത്തികൾ 21-ാം അധ്യായം 13-ാമത്തെ തിരുവചനം. അപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? നിലവിളിച്ചുകൊണ്ട് എൻ്റെ ഹൃദയത്തെ ദുർബലമാക്കുകയാണോ? ജെറുസലേമിൽ വെച്ച് കർത്താവായ യേശുവിൻ്റെ നാമത്തെ പ്രതി ബന്ധനം മാത്രമല്ല മരണം പോലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇതാണ് പൗലോസ്ലീഹായുടെ വിശ്വാസം. സിറിയയിൽ താമസിക്കുന്നവരെ സംബന്ധിച്ച് ഒരുപക്ഷെ അവരെക്കുറിച്ച് നമുക്ക് പറയാം, ജീവിക്കുന്ന രക്തസാക്ഷികളാണ് അവർ. ഏത് നിമിഷവും നമ്മൾ തട്ടിക്കൊണ്ടു പോകപ്പെടാം, ഏത് നിമിഷവും മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരാം. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന ഒരു ധൈര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ബന്ധിച്ചാലും നിങ്ങൾ ഞങ്ങളെ കൊന്നാലും ഞങ്ങൾക്ക് പേടിയില്ല. കാരണം അതും പൗലോസ്ലീഹ പറയുകയാണ്. പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 7-8 തിരുവചനങ്ങൾ. നമ്മിലാരും തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല, തനിക്ക് വേണ്ടി മാത്രം മരിക്കുന്നില്ല. നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ്. ജീവിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ സ്വന്തം, മരിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ സ്വന്തം. അതുകൊണ്ട് ജീവിച്ചാലും മരിച്ചാലും യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാണ് നമ്മൾ. ഇതാണ് പരിശുദ്ധ പൗലോസ്ലീഹായുടെ വിശ്വാസം. പരിശുദ്ധ പത്രോസ്ലീഹ ഏറ്റുപറഞ്ഞ വിശ്വാസം, ശ്ലൈഹിക വിശ്വാസം. സ്ലീഹന്മാരും സഹദേന്മാരും മൗദ്യാനന്മാരും സഭയുടെ പിതാക്കന്മാരുമെല്ലാം ഏറ്റുപറഞ്ഞ സത്യവിശ്വാസം. ഇറാഖിലെ മൂസൽ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഏകദേശം 2005 അല്ലെ 2006 ആ സമയങ്ങളിലാണ് ഭീകരന്മാരെ പ്രകോപിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു തലവനിൽ നിന്നും ഉണ്ടായപ്പോൾ അവിടെയുള്ള ഭീകരന്മാരെല്ലാവരും ഒന്നിച്ചുകൂടി ഒരു തീരുമാനമെടുത്തു. ഈ ഗ്രാമത്തിലെ ക്രിസ്ത്യാനികളെ മുഴുവൻ നമുക്ക് കൊന്നുകളയാം എന്ന്. ഞാൻ മൂസലിൽ പോയ സമയത്ത് അവിടെ ജോസഫ് അൽബന്ന എന്ന് പറയുന്ന അച്ഛനെ പരിചയപ്പെട്ടു. അപ്പോൾ ജോസഫ് അൽബന്ന അച്ഛനാണ് ഇക്കാര്യം എന്നോട് പറയുന്നത്. ജോസഫ് അൽബന്ന അച്ഛനും പൗലോസ് അച്ഛനും ഒന്നിച്ച് ഒരു ദേവാലയത്തിൽ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പൗലോസ് അച്ഛനാണ് വികാരി, ജോസഫ് അൽബന്ന അച്ഛൻ സഹവികാരി. ജോസഫ് അൽബന്ന അച്ഛൻ പറയുകയാണ്, ഈ ഭീകരന്മാർ അവിടെയുള്ള എല്ലാ ക്രിസ്ത്യാനികളെയും കൊല്ലാമെന്ന് തീരുമാനമെടുത്തു.
എന്നാൽ അതിനുശേഷം ആ ഭീകരന്മാരിൽ തന്നെ അതിൽ ഭേദപ്പെട്ട കുറേ മനുഷ്യർ, അതിൽ കുറച്ച് നല്ലവരായ മനുഷ്യർ, ജോസഫ് അൽബനാച്ചൻ പറയുകയാണ്, അവർ തീരുമാനിച്ചു നമുക്ക് എല്ലാവരെയും കൂടി കൊല്ലണ്ട, എല്ലാവർക്കും വേണ്ടി ഒരാളെ കൊല്ലാം എന്ന്. അവർ അതിനായി തിരഞ്ഞെടുത്തത് വികാരിയായ പൗലോസ് അച്ഛനെയാണ്. പൗലോസ് കോർപ്പിസ്കോപ്പ അച്ഛന് ഫാമിലിയായി ഇറാഖിലെ മൂസലിൽ താമസിച്ചു വരികയായിരുന്നു. അവർ അച്ഛനെ പിടിച്ചു, ബന്ധിച്ചു കൊണ്ടുപോയി. അതിനുശേഷം സാധാരണഗതിയിൽ ഭീകരന്മാർ ആദ്യം ചെയ്യുന്ന കാര്യം ആ ബന്ധിതനായ വ്യക്തിയോട് പറയും, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം ഉപേക്ഷിക്കണം എന്ന്. അച്ഛനോടും ഇതേ കാര്യം തന്നെ അവർ ആവശ്യപ്പെട്ടു. അച്ഛൻ പറഞ്ഞു, ഇല്ല, യേശുക്രിസ്തുവിനെ ഉപേക്ഷിക്കുക എനിക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. പല പ്രാവശ്യം ആവശ്യപ്പെട്ടു, അച്ഛനതെല്ലാം നിഷേധിച്ചു. അപ്പോൾ ഇവർ അച്ഛൻ്റെ മൊബൈലിൽ നിന്ന് അച്ഛൻ്റെ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ ഞങ്ങൾ നിൻ്റെ ഹസ്ബൻഡിനെ കൊല്ലാൻ പോവുകയാണ്. എത്ര ക്രൂഷ്യലായ ഒരു സമയമാണെന്ന് ഓർക്കുക. എത്രയോ നിർണായകമായ നിമിഷങ്ങളാണത്. ആ സമയത്ത് ഈ ഭീകരന്മാർ അച്ഛൻ്റെ വൈഫിനോട് പറയുകയാണ്, നിൻ്റെ ഭർത്താവിനെ രക്ഷപ്പെടുത്തുവാൻ നിനക്ക് കഴിയും, നീ ഒരു കാര്യം നിൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞാൽ മതി, യേശുക്രിസ്തുവിനെ തള്ളിപ്പറയാൻ പറഞ്ഞാൽ മതി, ഞങ്ങൾ നിൻ്റെ ഹസ്ബൻഡിൻ്റെ ജീവൻ അവനെ വെറുതെ വിട്ടേക്കാം എന്ന്. ആ ധീരയായ സ്ത്രീ ഇന്നും അവർ എർബീൽ എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ചിരിപ്പുണ്ട്. യേശുക്രിസ്തുവിൽ ആഴമായ വിശ്വാസ തീഷ്ണതയുള്ള ആ വനിതാരത്നം പറയുകയാണ്, എൻ്റെ ഹസ്ബൻഡ് യേശുക്രിസ്തുവിനെ ഉപേക്ഷിച്ച് പറയുന്നതിലും ഭേദം അദ്ദേഹം മരിക്കുന്നതാണ് എന്ന്. ആ നിമിഷം അവർ അച്ഛൻ്റെ കഴുത്ത് വെട്ടി. ജോസഫ് അൽബനാച്ചനും കൂടെയുള്ളവരും ചേർന്നാണ് പിന്നെ ആ ബോഡി എടുത്തുകൊണ്ട് വന്ന് മൂസലിലെ മൊർത്തോമ ദേവാലയത്തിൽ, തോമാസ് ശ്ലീഹയുടെ നാമത്തിൽ, തോമാസ് ശ്ലീഹയുടെ തിരുശേഷിപ്പുള്ള ദേവാലയമാണത്, അവിടെ അച്ഛനെ സംസ്കരിച്ചു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലും മരണത്തിലും യേശുക്രിസ്തുവിനെ ഏറ്റുപറയുവാൻ വിളിക്കപ്പെട്ടവനാണ് ഓരോ ക്രിസ്ത്യാനിയും. നിർണായകമായ നിമിഷങ്ങളിൽ, മരണത്തെ മുഖാഭിമുഖം കാണുന്ന നിമിഷങ്ങളിൽ യേശുക്രിസ്തുവിനെ ഏറ്റുപറയുക എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല. അവിടെ ധൈര്യം നൽകുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. സഹനത്തെ അതിജീവിക്കുവാൻ, സഹനത്തെ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുവാൻ, അല്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തെ പ്രതി സഹനങ്ങളുണ്ടാകുമ്പോൾ അതിനെ തിരസ്കരിക്കാതിരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മോടുകൂടെ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതുകൊണ്ടാണ് പത്രോസ് ശ്ലീഹ ആവർത്തിച്ച് പറയുന്നു സഹനത്തെക്കുറിച്ച് തൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ 1-ാം അധ്യായം 6-7 വചനങ്ങളിൽ പത്രോസ് ശ്ലീഹ പറയുകയാണ്, അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. പത്രോസ് ശ്ലീഹ വീണ്ടും പറയുകയാണ്, 1-ാം ലേഖനം 3-ാം അധ്യായം 17-ാമത്തെ വചനം, നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതാണ് ദൈവഹിതമെങ്കിൽ, അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക
എന്നതിനേക്കാൾ നല്ലത്. നന്മ പ്രവർത്തിച്ചാലും നമുക്ക് കഷ്ടത വരും, തിന്മ പ്രവർത്തിച്ചാലും കഷ്ടത വരും. പക്ഷേ നല്ലത് നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പത്രോസ്ലീഹ വീണ്ടും പറയുന്നു, 1 പത്രോസ് 4-ാം അധ്യായം 12-ാം വചനം, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകളുണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചു എന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. നമ്മൾ സഹനങ്ങൾ അനുഭവിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ പീഡകളിൽ നമ്മൾ പങ്കുകാരാകണം. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. 14-ാം വചനം, ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അഭിഷേകവും ഒക്കെ നമ്മിലുണ്ട് എന്നുള്ളതിൻ്റെ തെളിവായി വരങ്ങളും കൃപകളും ഒക്കെ കത്തിജ്വലിച്ച് നിൽക്കുന്ന ഈ സമയങ്ങളിൽ നമ്മൾ ഓർക്കണം, അതിലും വലിയ തെളിവാണ് സഹനങ്ങൾ, ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം പീഡിപ്പിക്കപ്പെടുക എന്നത്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി നിങ്ങൾക്ക് സഹനങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവാണ് വസിക്കുന്നത് എന്ന്. ഇത് നമ്മളെ ആശ്വാസത്തിലേക്ക് നയിക്കും. യേശുക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതിയാണ് നമ്മൾ സഹിക്കുന്നതെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി നമ്മൾ സമാശ്വാസവും അനുഭവിക്കും. ഇന്ന് സിറിയയിലും ഇറാഖിലും അല്ലെങ്കിൽ മധ്യ ഏഷ്യ രാജ്യങ്ങളിലൊക്കെ അനേകം വ്യക്തികൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി സഹനങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ അതിൻ്റെ സമാശ്വാസം ഒരുപക്ഷെ ഈ കൊച്ചു കേരളത്തിൽ നിങ്ങളൊക്കെ ആയിരിക്കാം അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുകയാണ്, അതൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ പരിശുദ്ധരായ പൗലോസ്ലീഹ പറയുന്നു, ഞങ്ങൾക്ക് നിങ്ങളിൽ ഉറച്ച പ്രത്യാശയുണ്ട്. ഞങ്ങളുടെ ക്ലേശങ്ങളിൽ നിങ്ങൾ പങ്കുചേരുന്നത് പോലെ ഞങ്ങളുടെ സമാശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരും. ഇത് ഞങ്ങൾക്കറിയാം. സഹോദരനെ, ഏഷ്യയിൽ ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങളെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. മരണഭയമുണ്ടാകത്തക്ക വിധം അത്രമാത്രം കഠിനമായും ദുസ്സഹമായും ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. മാത്രമല്ല, ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നെന്ന് ഞങ്ങൾക്ക് തോന്നി. എന്നാൽ ഇത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് സഹിക്കുന്ന മക്കൾ ഓർക്കുക, നിങ്ങളുടെ ഈ ലോകത്തിലെ സഹനങ്ങൾ നിസ്സാരമാണ്. വരാനിരിക്കുന്ന നിത്യസൗഭാഗ്യത്തെ ഓർക്കുമ്പോൾ, വരാനിരിക്കുന്ന നിത്യസമാശ്വാസമാകുന്ന സ്വർഗം അത് ലഭിക്കും എന്നുള്ളത് നിശ്ചയമാണ്. യേശുക്രിസ്തുവിനെ പ്രതി സഹിക്കുന്നവർ അവർ ശക്തി പ്രാപിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവരിലെല്ലാം വന്ന് നിറയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ അവരിലെല്ലാം വന്ന് ഒഴുകട്ടെ. നിങ്ങൾ അനുഭവിക്കുന്ന സഹനങ്ങൾക്ക് വിലയുണ്ട്. നിങ്ങൾ അനുഭവിക്കുന്ന സഹനങ്ങളെ പ്രതി അനേകം വ്യക്തികൾ സമാശ്വാസം അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന ചെറുതും വലുതുമായ സഹനങ്ങൾ യേശുവിൻ്റെ നാമത്തെ പ്രതി നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ദൈവനാമ മഹത്വത്തിനായി ദൈവം ഇതാ നിങ്ങളുടെ സഹനങ്ങളെ പ്രതി മറ്റെവിടെയോ ഇരിക്കുന്ന വ്യക്തികൾ, കഷ്ടത അനുഭവിക്കുന്നവർ, രോഗികളായിരിക്കുന്നവർ, ദുഃഖിച്ചിരിക്കുന്നവർ, അവർക്കെല്ലാം വലിയ സമാശ്വാസം പ്രദാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സഹനങ്ങളിൽ നിങ്ങൾ തളർന്നു പോകരുത്. നിങ്ങളുടെ സഹനങ്ങൾ മറ്റുള്ളവർക്ക് സമാശ്വാസം നൽകും എന്ന
വിശ്വാസത്തിൽ നമുക്ക് ആഴപ്പെടാം. ദൈവിക സമാധാനം നിങ്ങളെ ഭരിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് വലിയ കൃപയും ശക്തിയുമെല്ലാം നിങ്ങളിലേക്ക് ഒഴുക്കട്ടെ. സഹിക്കുന്ന വ്യക്തി അനുഗ്രഹത്തിൻ്റെ വ്യക്തിയാണ്. സഹിക്കുന്ന വ്യക്തിയിൽ ദൈവം കൃപ നിറയ്ക്കുന്ന അനുഭവമുണ്ട്. പ്രിയപ്പെട്ടവരെ, സഹനങ്ങളിൽ പതറാതെ, സഹനങ്ങൾ മറ്റുള്ളവർക്ക് ആശ്വാസം പ്രദാനം ചെയ്യും എന്ന ബോധ്യം നിങ്ങളിലുണ്ടാകട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Devo